Hi everyone, welcome to Just Classrooms. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്സേസ് ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് അപ്രോച്ചും എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നും കണ്ടു. നൗ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് എസ്സേ, ദ ഫിഫ്ത്ത് ടൈപ്പ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് അപ്രോച്ചും എങ്ങനെയാണ് ഓരോ പാരഗ്രാഫും എഴുതേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്തവർക്ക് അറിയാൻ കഴിയും, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ടാസ്ക് ആണ്. അതായത് സംതിങ് ഈസ് ഹാപ്പനിങ് എന്ന് ക്വസ്റ്റ്യനിലുണ്ടാവും. ആ സിറ്റുവേഷനെ ബേസ്ഡ് ആയിട്ടാണ് അവർ ചോദിക്കുക, ഈസ് ദിസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്. ഫോർ ഇൻസ്റ്റൻസ്, more people are relying on flights for transportation today. Is this a positive or negative development? ഇതൊരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ? യൂഷ്വലി ഒരു നല്ലതാണോ മോശമാണോ എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ ഐദർ നല്ലതാണെന്നോ ഓർ മോശമാണെന്നോ ആണ് നമ്മൾ പറയുക. സോ നല്ലതാണ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നല്ലതാണ് എന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എഫക്ട്സ് ആണ് പറയേണ്ടത്. അഥവാ മോശമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവ് എഫക്ട്സ് ആണ് കൊടുക്കേണ്ടത്. സോ ബോഡി പാരഗ്രാഫ് 180 വേർഡ്സ് ആണ് ടോട്ടൽ അതിൻ്റെ ലെങ്ത് എങ്കിൽ ഈ 180 വേർഡ്സും പോസിറ്റീവ് എഫക്ട്സ് ആണ് വേണ്ടത്. അഥവാ 3-4 പോസിറ്റീവ് എഫക്ട്സ് ഫില്ല് ചെയ്തുകൊണ്ടാണ് ആ ബോഡി പാരഗ്രാഫ് നിറയ്ക്കേണ്ടത്. ഇനി അത് നെഗറ്റീവ് ആണെങ്കിലോ 3-4 നെഗറ്റീവ് എഫക്ട്സ് കൊണ്ട് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ ലിറ്ററലി ഈ ഒരു ടൈപ്പ് ഓഫ് ടാസ്കിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂ ഐഡിയ 3-4 ഐഡിയ അത്രയും പോസിറ്റീവ്സ് അല്ലെങ്കിൽ അത്രയും നെഗറ്റീവ്സ് വൺ സൈഡഡ് ആയിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ട് സൈഡും എഴുതാൻ കഴിയുകയാണെങ്കിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ്സ് എഴുതാൻ കഴിയുകയാണെങ്കിൽ ഇത്രയേറെ ഐഡിയ കണ്ടെത്തേണ്ട ഒരു ബാധ്യത സ്റ്റുഡൻസിന് ഉണ്ടാവുന്നില്ല. ബട്ട് ഇത് കംപ്ലീറ്റ് വൺ സൈഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പോസിറ്റീവ് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു എസ്സേ ആയതുകൊണ്ട് തന്നെ 3-4 പോസിറ്റീവുകൾ അല്ലെങ്കിൽ 3-4 ഡിഫറെൻറ്റ് ഐഡിയാസ് കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ വൈ ഈസ് ദിസ് ഹാപ്പനിങ് എന്നൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, വൈ ഈസ് ദിസ് ഹാപ്പനിങ്, ഈസ് ദിസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ഒരു ബോണസ് ആയിട്ട് കണക്കാക്കുക. ബിക്കോസ് ആ ഒരു ചോദ്യത്തിന് ഒരു പാരഗ്രാഫിൽ 2 റീസൺസ് 90 വാക്കുകൾ എഴുതാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവ്സിനെ ഒരു പാരഗ്രാഫിൽ 90 വാക്കുകൾ മാത്രം എഴുതിയാൽ മതിയാവും, അല്ലെങ്കിൽ 2 പോസിറ്റീവ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. ഇൻ ബ്രീഫ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വൺ സൈഡഡായി ഒന്നുകിൽ 3 അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ 3 ഡിസഡ്വാൻറ്റേജുകൾ 3 ഡിഫറെൻറ്റ് ബോഡി പാരഗ്രാഫുകൾ പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതല്ല വൈ ഈസ് ദിസ് ഹാപ്പനിങ്, ഈസ് ദിസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് 2 ഡിഫറെൻറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ക്വസ്റ്റിനെ ഒരു പാരഗ്രാഫായും സെക്കൻഡ് ക്വസ്റ്റിനെ സെക്കൻഡ് പാരഗ്രാഫായും പ്രസൻറ്റ് ചെയ്യാം. നൗ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, അതിൻ്റെ കീവേഡ്സ് കണ്ടുപിടിക്കുക. ദെൻ ഏത് അപ്രോച്ചാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് എന്നുകൂടെ ഫിക്സ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് പോസിറ്റീവ് പറയുന്ന ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ടാസ്ക് ആണോ, അതോ കംപ്ലീറ്റ് നെഗറ്റീവ് പറയുന്ന ഒരു നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് ടാസ്ക് ആണോ, അതോ ഒരു പാരഗ്രാഫിൽ റീസൺസും അടുത്ത പാരഗ്രാഫിൽ പോസിറ്റീവോ നെഗറ്റീവോ മാത്രം പറയുന്ന ഈക്വലായി റീസൺസും പോസിറ്റീവും എഴുതുന്ന ഒരു അപ്രോച്ചാണോ നിങ്ങളുടേത് ചൂസ് ചെയ്യുക ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. വൺസ് യു ഹാവ് അനലൈസ്ഡ് ദ ക്വസ്റ്റ്യൻ, നൗ കംസ് ദ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, 2 സെൻറ്റൻസ് ആണ്. ബേസിക്കലി ക്വസ്റ്റ്യൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, സംതിങ് ഈസ് ഹാപ്പനിങ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സെൻറ്റൻസ്, വെൻ, വെയർ, വാട്ട്, എന്ത്, എവിടെ, എപ്പോൾ, ഈ 3 കാര്യങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷനെ റീഫ്രേസ് ചെയ്യുന്നു. അതാണ് ക്വസ്റ്റ്യൻ റീഫ്രേസിങ്. നൗ സെക്കൻഡ് സെൻറ്റൻസിൽ തീസിസ്, താഴേക്ക് നമ്മൾ ആൻസറിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നുള്ള ഹിൻ്റാണത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ദിസ് ഇസ് എ അനലൈസസ് വെദർ ദിസ് ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് തീസിസ് എഴുതാം. അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ദിസ് ഈസ് എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ബിക്കോസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഈ 2 റീസൺസ് ആണ് ഞാൻ താഴേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ബേസിലാണ് ഞാനിതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡെവലപ്മെൻറ്റായി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ഹിൻറ്റും നിങ്ങൾക്ക് കൊടുക്കാം. അഥവാ റീസൺസ് എന്നുള്ള ഒരു അഡീഷണൽ ചോദ്യമുണ്ടെങ്കിൽ, വൈ ഈസ് ദിസ് ഹാപ്പനിങ് എന്നുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാരഗ്രാഫിലുണ്ടാകും. ഒരു പാരഗ്രാഫിൽ 2 പോസിറ്റീവ് എഫക്ട്സും ആയിരിക്കും. So it will be like this.
I believe that this is a positive development and the following paragraphs will examine the reasons behind this as well as the positive effects of this. ഈ ഒരു മീനിങ് വരുന്ന ഇതേ സെൻറ്റൻസോ അല്ലെങ്കിൽ ഇതിനെ റീഫ്രേസ് ചെയ്തുകൊണ്ട് ഇതിനെ ഓൾട്ടർ ചെയ്തുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് തീസിസ് സെൻറ്റൻസോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നൗ ബോഡി പാരഗ്രാഫ്സ്. ലൈക്ക് വി ഡിസ്കസ്ഡ്, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അതായത് റീസൺസ് ആൻഡ് ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പാരഗ്രാഫിൽ രണ്ട് റീസൺസ് ആണ് കൊടുക്കുക. ഫസ്റ്റ് റീസൺ, മോർ ഓവർ സെക്കൻഡ് റീസൺ. ഓരോ റീസണെയും 3 സെൻറ്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. യു ക്യാൻ സ്റ്റാർട്ട് ദ പാരഗ്രാഫ് ലൈക്ക് ദിസ്. വൈൽ എക്സാമിനിങ് ദ റീസൺസ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ദ കോസസ് ബിഹൈൻഡ് ദിസ്. ആ ഒരു ഹെഡിങ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി എക്സ് എന്താണെന്നും വൈ എന്താണെന്നും ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 2-3 സെൻറ്റൻസുകൾ ആ പാരഗ്രാഫിൽ ഉൾപ്പെടുത്താം. അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് 2 പോസിറ്റീവ് എഫക്റ്റുകൾ ഉൾപ്പെടുത്താം. ഇതല്ല, ഇവിടെ ആ റീസൺ എന്നുള്ള പാർട്ട് ചോദ്യത്തിലില്ലെങ്കിൽ 2 പാരഗ്രാഫിലും അല്ലെങ്കിൽ 3 ബോഡി പാരഗ്രാഫുകളിൽ 3 പോസിറ്റീവ് എഫക്ട്സുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓരോന്നും ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിരിക്കണം. മിനിമം 3 to 4 സെൻറ്റൻസസ് 45 to 60 വേർഡ്സ് എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം ഓരോ ഐഡിയയും പ്രസൻറ്റ് ചെയ്യാൻ. സപ്പോസ് നിങ്ങളൊരു പാരഗ്രാഫിൽ റീസൺസ് ആണെങ്കിൽ ഇനി അടുത്ത പാരഗ്രാഫിൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് തിരിയുമ്പോൾ എന്നുള്ള ഒരു ട്രാൻസിഷൻ സെൻറ്റൻസ് വന്നാൽ നന്നായിരിക്കും. സോ ദ നെക്സ്റ്റ് പാരഗ്രാഫ് വിൽ സ്റ്റാർട്ട് ലൈക്ക് ദിസ്: ടേണിംഗ് ടു ദ പോസിറ്റീവ് എഫക്ട്സ്, ദ ബ്രൈറ്റർ സൈഡ് ഓഫ് ദിസ്. ഇനി അതല്ല, ഒരു നെഗറ്റീവ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടേണിംഗ് ടു ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ദിസ്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്ന 2 നെഗറ്റീവ് അല്ലെങ്കിൽ 2 പോസിറ്റീവ് ഐഡിയാസിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ക്ലൂ ആണ് കൊടുക്കുക. ആ ഒരു സെൻറ്റൻസിനെയാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ടേണിംഗ് ടു ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ദിസ്, it appears that this can have consequences on society and the environment. സോ അതിൻ്റെ അർത്ഥം ഈ 2 ഐഡിയാസ്, ഈ 2 നെഗറ്റീവ് ഇമ്പാക്ട്സുകളാണ് താഴേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ്. ലൈക്ക് വി ഡിഡ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്, ഓരോ ഐഡിയയും, അതായത് ഓരോ പോസിറ്റീവ്സ് അല്ലെങ്കിൽ ഓരോ നെഗറ്റീവ്സും ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ട് മിനിമം 3 to 4 സെൻറ്റൻസസിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ഐഡിയ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, additional explanation. Moreover, second idea, explanation, example, additional explanation. ഇത്രയും ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ട് വേണം ഓരോ പോസിറ്റീവ്സും അല്ലെങ്കിൽ ഓരോ നെഗറ്റീവ്സും പ്രസൻറ്റ് ചെയ്യാൻ. നൗ കൺക്ലൂഷൻ. കൺക്ലൂഷൻ, ആസ് വി ഓൾറെഡി നോ, ഈസ് ദ സമ്മറി പ്ലസ് ഒപ്പീനിയൻ. അതായത് സമ്മറി ഓഫ് ദ ബോഡി പാരഗ്രാഫ്സ് പ്ലസ് ഒപ്പീനിയൻ ആണ് കൺക്ലൂഷൻ എന്നുള്ളത്. ഇവിടെ ഒപ്പീനിയൻ എന്നുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള ഒപ്പീനിയൻ എടുത്തു പറയുകയാണ്. സമ്മറി എന്നുള്ളത് ബോഡി പാരഗ്രാഫുകളിൽ എന്തൊക്കെ ഐഡിയ ആണ് കൊണ്ടുവന്നത് അതിൻ്റെ കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സമ്മറൈസ് ചെയ്യുകയാണ്. അതായത് പോസിറ്റീവ് എഫക്ട്സ് ആണെങ്കിൽ ഇൻ ബ്രീഫ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ സിറ്റുവേഷൻ, അതിനെ എക്സ് എന്ന് വിളിക്കാം. എക്സ് ഹാപ്പൻസ് ഡ്യൂ ടു എ ആൻഡ് ബി, 2 കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ആൻഡ് അതാണ് റീസൺസ് പാരഗ്രാഫിൻ്റെ സമ്മറി. ഇവൻച്വലി ദിസ് ഈസ് ലൈക്ലി ടു ഹാവ് പോസിറ്റീവ് എഫക്ട്സ് ഓൺ സി ആൻഡ് ഡി. എവിടെയൊക്കെയാണ് പോസിറ്റീവ് ഉള്ളത് എന്നുള്ളതിൻ്റെ സമ്മറിയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. സോ റീസൺസ് പാരഗ്രാഫിൻ്റെയും പോസിറ്റീവ് സൈഡിൻ്റെയും സമ്മറൈസ് ചെയ്തു. ഇനി എൻ്റെ അഭിപ്രായം, ആസ് സച്ച് ഐ ബിലീവ് ദാറ്റ് this is completely a positive sign of change. ഇതൊരു നല്ല മാറ്റത്തിൻ്റെ സൂചനയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓൾവേസ് റിമെമ്പർ വൈ ഈസ് ദിസ് ഹാപ്പനിങ് എന്നുള്ള ഒരു അഡീഷണൽ ബോണസ് ചോദ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് തീസിസിലും കൺക്ലൂഷനിലും ആ ഒരു റീസൺസിനെ പറ്റിയുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. തീസിസിൽ അതിനെപ്പറ്റിയുള്ള ഇൻഡിക്കേഷനും കൺക്ലൂഷനിൽ റീസൺസ് പാരഗ്രാഫിൻ്റെ സമ്മറിയും ഇൻക്ലൂഡ് ചെയ്യണം, മാൻഡേറ്ററി ആണ്. So that's all about positive or negative development type of essays. I hope the video is helpful. ഡീറ്റെയിൽഡ് ക്ലാസ്സസിനായി പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ജാസ് ക്ലാസ് റൂംസ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. സോ ഡൗൺലോഡ് ദം ആൻഡ് യൂട്ടിലൈസ് ദോസ് മെറ്റീരിയൽ. ടേക്ക് കെയർ.